Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15 പബ്ലിക് ബീറ്റ 2 റിലീസ് ആയേക്കാണ്. ഇത് ഏകദേശം നമുക്ക് വന്നിരിക്കുന്നത് 534 MB-ലാണ്. അത് പല ഡിവൈസുകളിലും പലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ iPadOS 15.2 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. WatchOS 8.3 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. tvOS 15.2 ബീറ്റ 2 റിലീസ് ചെയ്തിട്ടുണ്ട്. macOS Monterey 12.1 ബീറ്റ 2ഉം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്ന പബ്ലിക് ബീറ്റാസ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടുന്ന് ജനറൽ ടാപ്പ് ചെയ്യുക, എബൌട്ട്സ് നോക്കുക. അവിടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും 19C5036E എന്ന്. അതായത് നമ്മൾ ഫൈനൽ റിലീസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പിന്നെ 13 Pro Max എന്ന ഡിവൈസുകളിൽ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നതായിട്ട് അറിയുന്നുണ്ട്. അതേപോലെ ചില ഡിവൈസുകളിലും മോഡേൺ ഫേംവെയർ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ iOS 15 റിലീസിൽ ആപ്പിൾ പറഞ്ഞായിരുന്നു ഹൈഡ് മൈ ഇമെയിൽ, നമ്മുടെ ഇമെയിൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നു. ആ ഒരു ഫീച്ചേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന iOS 15.2 ബേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചത്. നമ്മൾ നേരെ ഇമെയിലിൽ പോവുക, നമ്മൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഫ്രം അഡ്രസ്സിൽ നമ്മൾ ആപ്പിൾ ഐക്ലൗഡ് പ്ലസ് എടുത്തവർ മാത്രം, നമ്മൾ മലയാളികൾ ഒരിക്കലും അങ്ങനെ കാശ് കൊടുത്ത് ആ സാധനമൊന്നും വാങ്ങിക്കുന്നത് എനിക്കൊന്നല്ല, എന്നാലും വാങ്ങിച്ചവർ നമുക്ക് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രം അഡ്രസ്സിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എൻ്റെ ഈ ഇമെയിലിന് പകരം താഴത്ത് ഹൈഡ് മൈ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആവുന്നതായിരിക്കും. രണ്ടാമത് പറഞ്ഞ ഫീച്ചറും ഇതേപോലെ WWDCയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴാണ് അവരത് കൊണ്ടുവരുന്നത്. ലെഗസി കോണ്ടാക്റ്റ് അത് എങ്ങനെയാണ്, അത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതെടുക്കേണ്ടത് നേരെ സെറ്റിങ്സിൽ പോവുക. അവിടുന്ന് നമ്മൾ ഏറ്റവും പൊക്കത്തേക്ക് പോയിട്ട് നമ്മുടെ ആപ്പിൾ ID ടാപ്പ് ചെയ്യുക. ആപ്പിൾ ID ടാപ്പ് ചെയ്തിട്ട് പാസ്കോഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ലെഗസി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ WWDCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 13 ഇറങ്ങി അടുത്ത അപ്ഡേഷനിലായിരിക്കും ചിലപ്പോൾ അവർ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ലെഗസി കോണ്ടാക്റ്റിന്. അത് ടാപ്പ് ചെയ്യുക. ലെഗസി കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരണശേഷം നമ്മുടെ ഐഫോണിലുള്ള അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഡാറ്റയും നമ്മൾ ആഡ് ചെയ്യുന്ന ആ കോണ്ടാക്റ്റുള്ള വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഫോട്ടോസും ഡാറ്റാസും നമ്മുടെ എല്ലാ എൻക്രിപ്റ്റഡ് ഡാറ്റയും ആ ഒരു വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെയുള്ള സെറ്റിങ്സ് iPhone 13 പ്രോയും പ്രോ മാക്സിനും ഉള്ളവർക്കാണ്. പക്ഷേ അത് ഞാൻ പറയാം, അത് നമ്മുടെ മാക്രോ, അതായത് നമ്മുടെ ക്യാമറയിൽ വന്നതിന് മാറ്റമാണ്. അതിന് നമ്മൾ നേരെ ക്യാമറയിലേക്ക് പോവുക. അപ്പോൾ iPhone 13 പ്രോയും പ്രോ മാക്സിനും ഉള്ള വ്യക്തികൾക്ക് ക്യാമറ എടുക്കുമ്പോൾ തന്നെ താഴത്ത് ഓട്ടോ മാക്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എനേബിൾ ചെയ്യാതെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പ്രിസർവ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൻ്റെ പൊക്കത്തുണ്ടാവും. അത് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസിലുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവ് സെറ്റിങ്ങിൽ ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ 13 പ്രോയിലും പ്രോ മാക്സിലും ഓട്ടോ മാക്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് ഓൺ ചെയ്യുക. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ, ഇപ്പോൾ ക്യാമറയിൽ നമ്മളിപ്പോൾ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഫ്ലവറിൻ്റെ സിമ്പിൾ കാണിക്കും. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ മാക്രോ ഓഫ് ആവാനും നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ലോഗോ എനേബിൾ ആകുകയും ചെയ്യും. പിന്നെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റിലാണ്. എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ എത്ര പേര് പോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോഡ്കാസ്റ്റാണ് ലോകത്തിൽ ഏറ്റവും ആൾക്കാർ കേൾക്കാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലും പോഡ്കാസ്റ്റിന് വേറൊരു ഡെഡിക്കേറ്റഡ് ആയ ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ പോഡ്കാസ്റ്റിൽ നമുക്ക് വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്
മാറിയിട്ടുണ്ട്. ഇത് iOS 15.2-ൻ്റെയാണ്. 15.1-ൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഇൻ്റർഫേസ്. അതിൻ്റെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽസും അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ പുതിയ 15.2 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേഷനിൽ അവർ ഈ ഒരു കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ വന്ന ചേഞ്ച് നമ്മുടെ ഫൈൻഡ് മൈലാണ്. നമ്മൾ നേരെ ഫൈൻഡ് മൈ എടുക്കുക. അതിൽ ഐറ്റംസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരാറുണ്ട്. നേരത്തെ ആഡ് ഐറ്റം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഐറ്റം ദാറ്റ് ക്യാൻ ബി ട്രാക്ക് മീ, ഹെൽപ്പ് റിട്ടേൺ ലോസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ നാട്ടിലില്ല. അതെന്തായാലും ആപ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും വെക്കില്ല. അങ്ങനെ വെച്ചായിരുന്നെങ്കിൽ എത്രയും നല്ല എളുപ്പമായേനെ. നമ്മുടെ നാട്ടിൽ ഇല്ല. പക്ഷേ പുറത്തുള്ള കൂട്ടുകാർ, ഇപ്പോൾ അതും സെലക്ട് ആയ കൺട്രീസ് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലൊക്കെ ഉള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ID കാർഡും അതേപോലെ നമ്മുടെ വാക്സിനേഷൻ്റെ റിപ്പോർട്ടും അതായത് സർട്ടിഫിക്കറ്റും വാളറ്റ് ആപ്പിൽ ഇമ്പോർട്ട് ചെയ്ത് വെക്കായിരുന്നു. ആ ഒരു ചെറിയ ഫീച്ചേഴ്സ് ഈ ഒരു 15.2-ൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എടുക്കുമ്പോൾ ബഗ് ആവുകയും അതേപോലെ വാളറ്റിന് ആപ്പ് ഫ്രീസ് ആവുകയും ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടാണ് 15.2-ൽ അത് വന്നിരിക്കുന്നത്. പിന്നെ ആപ്പിൾ iOS 15.2 ബീറ്റ 2-ൽ കുറച്ച് ബഗ്ഗുകൾ റിസോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ആപ്പിൽ നമ്മളിപ്പോൾ സോങ്സ് എടുക്കുകയായിരുന്നെങ്കിൽ ആ മ്യൂസിക് ഫ്രീസ് ആവാനും അതേപോലെ തന്നെ പ്ലേ ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ അത് മാറിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത് വന്ന ബഗ് റിസോൾവ് ചെയ്യാൻ നോക്കിയാണ് നമ്മുടെ സ്റ്റോറേജിലാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്റ്റോറേജിൽ ഭയങ്കരമായിട്ടുള്ള ലാർജ് എമൗണ്ട് ഫയൽസും കാണിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫയൽസ് കുറഞ്ഞും കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വട്ടം നമുക്ക് നല്ല രീതിക്ക് ബഗ് അടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഫോണിൽ ഇപ്പോൾ ഏകദേശം 7 GB-യോളം iOS-ഉം സിസ്റ്റം ഡാറ്റ 6.6 GB ആയിട്ട് എടുത്തേക്കണം. ചില സമയത്ത് 5 GB ആവും, ചില സമയത്ത് 8 GB ആവും. ആ ഒരു ബഗ് അതിപ്പോഴും നമ്മുടെ iOS-ൻ്റെ ബീറ്റിലുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് എനിക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ബീറ്റിൽ ഫീൽ ചെയ്തില്ല. അപ്ഡേഷന് ശേഷവും അപ്ഡേറ്റിംഗ് ടൈമിൽ പോലും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഈ ഒരു ഡിവൈസിൽ ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഗീക്ക് ബഞ്ച് സ്കോറിലാണ്. അത് നിങ്ങൾ നോക്കുക. കാരണം ഞാൻ ഇന്നലെ നമ്മുടെ iOS 15.2 ബീറ്റ 1-ൽ ഞാനിത് റൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സിംഗിൾ സ്കോർ 765-ഉം മൾട്ടി സ്കോർ 1418 ആയിരുന്നു. പക്ഷേ 15.2 ബീറ്റ 2-ൽ എനിക്കത് 775-ഉം മൾട്ടി സ്കോറും 1370 കൊണ്ടുണ്ട്. ഇത് വലുതായിട്ട് പെർഫോമൻസിനെ വലുതായിട്ട് അത് നോക്കിയൊന്നുമില്ല. എന്നാലും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. അപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iOS 15.2 ബീറ്റ 2-ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാർ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. സോ താങ്ക് യു സോ മച്ച് for watching this whole video. This is your Abin Xavier signing off.